കറാച്ചി അവരുടെ എന്താണ് നമുക്ക് മുംബൈ എങ്ങനെയാണോ അതുപോലെയാണ് അവരുടെ ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബാണ്. അത് അവിടെ ഭീതി പരത്തി പലയിടത്തും സ്ഫോടനമുണ്ടാകുന്നു. അപ്പോൾ അവരുടെ വ്യോമ പ്രതിരോധം തകർന്നതോടെ ആർക്കും ഏത് സമയത്തും അവിടെ മിസൈൽ തൊടുക്കാനോ ഒക്കെ പറ്റുന്ന തരത്തിലേക്ക് അതിൻ്റെ ആകാശം ഫ്രീ ആയിപ്പോയി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇനിയും കൂടുതൽ അഗ്രഷനും ഏതെങ്കിലും തരത്തിൽ ഇത് എസ്കലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമോ? ഇപ്പോൾ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ക്ഷമ പരീക്ഷിക്കരുത് എന്ന് കർശനമായ ഭാഷയിലാണ് പാകിസ്ഥാനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ സംഭവിക്കാൻ പോവുക ദിലീപ്? നമ്മൾ ഈ പ്രതിരോധ വിദഗ്ധരൊക്കെ എന്താണ് പറയുന്നത്? വിജയകുമാർ, പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ അവകാശവാദങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസാകുന്നതിനാണ് 2 ദിവസമായി ലോകം കാണുന്നത്, ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ സംബന്ധിച്ച് നേരത്തെയുള്ള ചില അവകാശവാദങ്ങളായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ വലിയ ശക്തിയുള്ള റഡാറുകൾ വിന്യസിച്ച് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആകാശമാർഗം വഴിയുള്ള ഏതു നീക്കവും അവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും അത് തകർക്കാനും കഴിയുമെന്നൊക്കെയുള്ള അവകാശവാദമുണ്ടായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുളച്ചു കയറിയാണ് ഇന്ത്യയുടെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത്, ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങൾ നിലം പരിശാക്കിയത്. അതുപോലെ തന്നെ 2-ാം ദിവസം തൊട്ടടുത്ത ദിവസവും ഇതേ നിലയിൽ തന്നെ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്ന നിലയിലേക്ക് ഡ്രോണുകൾ എത്തി തകർക്കുന്നു, തുടർ സ്ഫോടനങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ ആ നിലയിലേക്കൊക്കെ മാറുന്നു. മാത്രമല്ല അവർ തൊടുത്തുവിട്ട മിസൈലുകളെ ഇന്ത്യയുടെ S-400 മിസൈൽ വേധ സംവിധാനം ഉപയോഗിച്ച് അത് ഭൂമിയിലെത്തും മുമ്പ് തന്നെ തകർക്കുകയാണ്. ഏതാണ്ട് 600 കിലോമീറ്റർ ദൈർഘ്യം വരെ ആകാശത്തിലൂടെയുള്ള ഏതു ചലനവും ഒപ്പിയെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ 600 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ശത്രുവിനെ, ആകാശമാർഗം വഴിയുള്ള ഒരു ശത്രുവിനെ അവിടെ എത്തി തകർത്തു കളയാൻ കഴിയുന്ന സംവിധാനമാണ് ഈ S-400 എന്നുള്ളത്. ഇന്ത്യ അത് ആദ്യമായി ഉപയോഗിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പക്കൽ S-400-ൻ്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. അത് അതിർത്തികളിലുടനീളം ഇന്ത്യ അത് വിന്യസിച്ചിട്ടുമുണ്ട്. ഏതായാലും ആ മിസൈൽ വേധ സംവിധാനം ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ മിസൈലുകളെ തറതൊടിക്കാതെ തന്നെ തകർത്തു കളയുകയാണ് ഇന്ത്യ ചെയ്തത്. അവർക്ക് ഒരു തരത്തിലും ഇങ്ങോട്ടേക്ക് ഇന്ത്യയുടെ മണ്ണിലേക്ക് ഉള്ള ഒരു പ്രവേശനത്തിനുള്ള സാധ്യത പോലും ഇല്ലാതാക്കും വിധമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാനിൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ, വിജയകുമാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ലാഹോർ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് എന്ന് മാത്രമല്ല, ഈ സ്ഫോടന പരമ്പരകൾ ഇന്നുണ്ടായ സ്ഥലങ്ങൾ, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുള്ളത് വോൾട്ടൺ എയർഫീൽഡിന് സമീപമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക വിമാനത്താവളമാണ് ലാഹോർ വിമാനത്താവളത്തിന് 25 കിലോമീറ്റർ മാത്രം അകലെയുള്ള വോൾട്ടൺ എയർഫീൽഡ്. മറ്റൊന്ന് തുറമുഖ നഗരമായ കറാച്ചിയാണ്. മറ്റൊന്ന് റാവൽപിണ്ടിയാണ്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്, ഒരുപക്ഷെ പാകിസ്ഥാൻ ഭരണകൂടത്തെ പോലും നിയന്ത്രിക്കുന്നത് റാവൽപിണ്ടിയാണ്. അങ്ങനെ റാവൽപിണ്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവിടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഫലത്തിൽ ആകാശം തുറന്നിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ശക്തമായ ആക്രമണത്തിലൂടെ. അതുതന്നെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകൾ വഴിയാണ് ഈ ആക്രമണം അവർ ക്ഷണിച്ചു വരുത്തിയത് എന്ന കാര്യവും മറന്നുപോകരുത് വിജയകുമാർ. യെസ്, നേരത്തെ പ്രതിരോധ മന്ത്രി പറഞ്ഞു, സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ അത് അവസാനിക്കുന്നില്ല, തുടരുകയാണ് എന്ന് പറഞ്ഞു. പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അത് തുടരുകയാണ് എന്ന് തന്നെയാണ്. ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒരുപക്ഷെ അല്പസമയത്തിനകം കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു. ഒരു നിർണായക വാർത്താ സമ്മേളനമായി അത് മാറുകയാണ്. പെട്ടെന്ന് വിളിച്ചു ചേർക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ്. എന്താണ് വിക്രം മിസ്ട്രി പറയാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും രാജ്യം കാത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ നടത്തുന്ന ഈ നീക്കങ്ങളോട് വളരെ കാര്യക്ഷമമായി പ്രതികരിക്കുകയാണ്. തിരിച്ചടി എന്നത് ഇങ്ങോട്ട് എന്താണോ വരുന്നത് അത് അതേ നിലയിൽ തിരിച്ചടിക്കുകയാണ്. ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താക്കുറിപ്പ് ഉച്ചയ്ക്ക് വന്നതാണ്. അതിലിതാണ് പറഞ്ഞത്, എന്താണോ ഇവിടേക്ക് വന്നത് അത് അതേ നിലയിൽ നമ്മൾ തിരിച്ചടിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇനി വിദേശകാര്യ മന്ത്രാലയം പറയാൻ പോകുന്നതെന്ന് അറിയാം. അല്പസമയത്തിനകം നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളിലേക്കും ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കും വരും.